സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിനെ ഒട്ടുമേ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇറാൻ. വൻ ഭീഷണികൾ മുഴക്കിയിട്ടും ട്രംപിനെ ഇറാൻ മൈൻഡ് ചെയ്യുന്നതേയില്ല. അതേസമയം തന്നെ പുട്ടിനെ മുന്നിൽ നിർത്തിയുള്ള തന്ത്രങ്ങൾ ഇറാൻ മെനയുകയും ചെയ്യുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യയിലെത്തി പുട്ടിനെ കാണുന്ന ദൃശ്യങ്ങളാണ് ഇത്. റഷ്യയുമായി ചേർന്ന് കൃത്യമായ ഏകോപനം നടത്താനാണ് താൻ എത്തിയതെന്നാണ് അരാക്ചി പറഞ്ഞത്. റഷ്യ നൽകുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഇറാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ എല്ലാം ചെയ്യുമെന്ന് പുടിനും പറഞ്ഞു. കഠിനമായ കാലഘട്ടത്തിൽ നിന്ന് ഇറാൻ കരകയറുമെന്നും പുടിൻ വ്യക്തമാക്കി. എന്തായാലും ഇറാന്റെ അവഗണനയുടെ നയതന്ത്രം വിജയിച്ച ലക്ഷണമാണ് ട്രംപിന്റെ കാര്യത്തിൽ കാണുന്നത്. അതാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന നൽകുന്ന സൂചന. ഇറാൻ നേതാക്കളെ എന്നെ വിളിക്കൂ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപ്. ഇറാൻ പാകിസ്ഥാൻ വഴി 3 നിർദ്ദേശങ്ങളാണ് ട്രംപിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ആണവ വിഷയം ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് ഇറാന്റെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം നിർത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ടി വരും എന്നതാണ് സൂചന. അമേരിക്കയെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പുടിനെ ഒരു കിങ് മേക്കറുടെ റോളിൽ ഇറാൻ അവതരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ചർച്ച ചെയ്യാൻ നേരിട്ട് വരൂ എന്ന് ട്രംപ് വിളിച്ചു പറയുന്നത്. മാത്രമല്ല, മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനെ ഇറാൻ നേതാക്കൾ തള്ളിപ്പറയുന്നതും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇറാനുമായി ചേർന്ന് റഷ്യ നിർണായകമായ നീക്കം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പശ്ചിമേഷ്യയിലെ പുതിയ 2 സംഭവ വികാസങ്ങളെ ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. ഒന്നാമത്തെ സംഭവ വികാസം അരാക്ചി നടത്തുന്ന മാരത്തോൺ ചർച്ചകളാണ്. ഇസ്ലാമാബാദിൽ നിന്ന് മസ്കറ്റിലെത്തിയ അരാക്ചി വീണ്ടും ഇസ്ലാമാബാദിലേക്ക് തിരികെ എത്തി. തുടർന്നാണ് റഷ്യയിലേക്ക് പോയത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന പുടിൻ അരാക്ചി കൂടിക്കാഴ്ചയുടെ കാര്യം ആദ്യം ഞാൻ പറയാം. ആദ്യം പുടിൻ അരാക്ചിയോട് പറഞ്ഞത് എന്തെല്ലാം എന്ന് നോക്കാം. റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും മേഖലയിലെ എല്ലാ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ എത്രയും വേഗം സമാധാനം കൈവരിക്കുന്നതിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് പുടിൻ പറഞ്ഞത്. ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് അരാക്ചിയോട് പുടിൻ പറഞ്ഞു. പുതിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ, അതായത് മുസ്തഫയുടെ നേതൃത്വത്തിൽ ഈ കഠിനമായ പരീക്ഷണ ഘട്ടത്തെ ഇറാൻ ജനത ധീരതയോടെയും സ്വയംഭരണത്തിനായുള്ള ആഗ്രഹത്തോടെയും അതിജീവിക്കുമെന്നും അവിടെ സമാധാനം പുലരുമെന്നും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി വേണ്ടത് ചെയ്യുമെന്നാണ് പുടിൻ അരാക്ചിയോട് പറഞ്ഞത്. റഷ്യ നൽകുന്ന ഉറച്ച പിന്തുണയ്ക്ക് അരാക്ചി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും അരാക്ചി പ്രത്യാശ പ്രകടിപ്പിച്ചു. അമേരിക്കയുമായുള്ള പോരാട്ടം ഇറാൻ തുടരും, അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടം ഇറാൻ തുടരുമെന്നും അരാക്ചി വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം റഷ്യയിലേക്ക് മാറ്റുന്ന കാര്യം അടക്കം ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്നാണ് ഒടുവിൽ വരുന്ന വിവരം. അതായത് അടച്ചിട്ട മുറിയിൽ പിന്നീട് ചർച്ച നടന്നു. ആ സമയത്ത് ഇതെല്ലാം ചർച്ചയിലേക്ക് വന്നു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. സമാധാന ശ്രമങ്ങൾ പുനരാരംഭിക്കാൻ റഷ്യയുടെ പിന്തുണ ഇറാൻ തേടിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ 3 ഘട്ട നിർദ്ദേശങ്ങൾ അരാക്ചി പുടിനെ ധരിപ്പിച്ചു. US ഉപരോധം പിൻവലിച്ചാൽ കടലിടുക്ക് തുറക്കാം എന്നതാണ് ഇറാന്റെ നിലപാട്. ആണവ ചർച്ചകൾ തൽക്കാലം മാറ്റിവെച്ച് വെടിനിർത്തലിന് മുൻഗണന നൽകുന്ന രീതിയിലുള്ള ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യ ഏറ്റെടുക്കുമെന്നുള്ള നിർദ്ദേശത്തിൽ പുടിന്റെ നിലപാട് നിർണായകമാകും എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്കെതിരെ ഇറാന്റെ പ്രതിരോധം ശക്തമാക്കാൻ ആവശ്യമായ സൈനിക രഹസ്യാന്വേഷണ സഹായങ്ങൾ ഇറാൻ റഷ്യയോട് ആരാഞ്ഞു എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇനി നേരത്തെ റഷ്യയിൽ എത്തിയ ഉടനെ അരാക്ചി പറഞ്ഞ ചില കാര്യങ്ങൾ നോക്കാം. അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങൾ കാരണമാണ് ഇസ്ലാമാബാദിൽ ചർച്ചകൾ തടസ്സപ്പെട്ടത് എന്നാണ് അരാക്ചി പറഞ്ഞത്. വാഷിംഗ്ടണിൻ്റെ തെറ്റായ സമീപനങ്ങളാണ് മുൻപത്തെ ചർച്ചകളെല്ലാം പരാജയപ്പെടാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ചർച്ചകൾ വളരെ വിജയകരവും ഗുണകരവുമാണ്. ഏത് ദിശയിലാണ് ഇനി ചർച്ചകൾ കൊണ്ടുപോകേണ്ടതെന്ന് പാകിസ്ഥാനുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. ഒമാനുമായി ഹോർമൂസ് കടലിടുക്കിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന സുപ്രധാന കരാറുകളിൽ എത്തിയെന്നും അരാക്ചി പറഞ്ഞു. സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിന് ഒമാനും ഇറാനും ചേർന്ന് സഹകരിക്കും എന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. എന്നാൽ പുടിനുമായി ചർച്ച നടക്കുന്നതിനെക്കുറിച്ച് അരാക്ചി പറഞ്ഞതാണ് നിർണായകം. അതായത് അരാക്ചി വന്നിറങ്ങിയ ഉടനെ പുടിനുമായി ചർച്ചയെക്കുറിച്ച് അരാക്ചി പറഞ്ഞ നിർണായകമായ കാര്യം ഇതാണ്. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ പുടിനുമായി ചർച്ച ചെയ്യുന്നതിനുള്ള നല്ല അവസരമാണ് ഇതെന്നാണ് അരാക്ചി പറഞ്ഞത്. കാര്യങ്ങൾ റഷ്യയുമായി കൃത്യമായി ഏകോപിപ്പിക്കാനാണ് വന്നതെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു.
അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഏകോപനം എന്ന വാക്ക് വെറും ഒരു നയതന്ത്ര പദപ്രയോഗമല്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മറിച്ച് അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് ഇനി പശ്ചിമേഷ്യയിൽ സ്ഥാനമില്ല എന്ന ഇറാൻ്റെ പ്രഖ്യാപനം കൂടിയാണ് അത് എന്ന് നമ്മൾ നോക്കിക്കാണണം. അത് റഷ്യയിൽ ചെന്നാണ് അരാക്ചി പറയുന്നത് എന്നതും അതിനിർണായകമാണ്. വെടിനിർത്തൽ ചർച്ചകളിൽ റഷ്യയെ ഒരു ഗ്യാരൻഡർ, അതായത് ഒരു ഉറപ്പുകാരൻ ആക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു കരാർ ഉണ്ടായാൽ, അതായത് റഷ്യയെ നിർത്തിക്കൊണ്ട് ഒരു കരാർ ഉണ്ടായാൽ അത് ലംഘിക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമാകില്ല. അതായത് വൻ ശക്തിയായ റഷ്യയുടെ സാന്നിധ്യം ഇറാന് ഒരു വലിയ സുരക്ഷാ കവചമാണ് ഈ കരാറിൻ്റെ കാര്യത്തിൽ നൽകുന്നത്. അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അരാക്ചി പുട്ടിനെ കാണുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ ഇറാൻ സഹായിച്ചതുപോലെ ഇപ്പോൾ ഇറാൻ്റെ പ്രതിസന്ധിയിൽ റഷ്യ തിരികെ സഹായിക്കുന്നു. അതാണ് അതിനെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം. പാകിസ്ഥാൻ വഴി അമേരിക്ക പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് പകരം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന റഷ്യയുമായി നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും എന്ന ഇറാൻ്റെ നിലപാടും അരാക്ചിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് അബ്ബാസ് അരാക്ചിയുടെ വാക്കുകളെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്താൽ പാകിസ്ഥാനെയും അമേരിക്കയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നയതന്ത്ര നീക്കമാണ് അരാക്ചി നടത്തുന്നത് എന്നതും കാണാം. ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ മുൻഗണന നൽകുന്നത് എന്ന പരാതി ഇറാനുണ്ട്. ഇത് ഇറാൻ്റെ പല നേതാക്കളും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ ആവശ്യങ്ങൾ അതേപടി ഇറാനിലേക്ക് എത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമായി പാകിസ്ഥാൻ മാറുന്നു എന്നതാണ് ഇറാൻ നേതാക്കളുടെ പ്രധാനപ്പെട്ട അതൃപ്തി. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി പാകിസ്ഥാൻ വഴി നടത്തുന്ന ചർച്ചകളിൽ റഷ്യയെ കേന്ദ്ര ബിന്ദുവാക്കാൻ ഇറാൻ ആഗ്രഹിക്കുകയാണ്. അതിനാലാണ് പാകിസ്ഥാനിലൂടെയുള്ള പരോക്ഷ ചർച്ചകളെക്കാൾ, അതായത് പാകിസ്ഥാനിലുള്ള പരോക്ഷ ചർച്ചകളെക്കാൾ റഷ്യയുമായി നേരിട്ടുള്ള സഹകരണത്തിനാണ് ഇറാൻ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയെ പരോക്ഷമായി തള്ളിക്കളയുന്നതിലൂടെ ചർച്ചകൾ അമേരിക്കയുടെ നിബന്ധനകൾക്ക് അനുസരിച്ചല്ല, മറിച്ച് റഷ്യ എന്ന അമേരിക്കയ്ക്ക് തുല്യമായ ശക്തിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക എന്ന് ഉറപ്പാക്കാനാണ് ഇറാൻ നോക്കുന്നത്. അതായത് പാകിസ്ഥാനിലൂടെ അമേരിക്കയ്ക്കുള്ള സന്ദേശ കൈമാറ്റം നിർത്താതെ തന്നെ ചർച്ചയുടെ നിയന്ത്രണം റഷ്യയുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ അരാക്ചിയുടെ റഷ്യ സന്ദർശനം പശ്ചിമേഷ്യയിൽ റഷ്യ ഇറാൻ അച്ചുതണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്നും പറയാം. ഇത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്ന നീക്കവുമാണ്. ഇനി രണ്ടാമത്തെ സംഭവവികാസത്തിലേക്ക് വന്നാൽ, ഇറാനെ നേരിട്ടുള്ള ചർച്ചകൾക്കായി ട്രംപ് ഗതികെട്ട് ക്ഷണിച്ചതാണ് ആ രണ്ടാമത്തെ സംഭവവികാസം. അതും ഇറാൻ നയതന്ത്ര വിജയമായിട്ടാണ് നിരീക്ഷകർ കണക്കാക്കുന്നത്. ട്രംപിനെ തീർത്തും അവഗണിക്കുന്ന സമീപനം സ്വീകരിച്ചാണ് ഇറാൻ ഈ നയതന്ത്ര നേട്ടം സ്വന്തമാക്കിയത് എന്നും നമുക്ക് പറയാം. വെടിനിർത്തൽ സമയത്ത് ട്രംപ് നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകൾക്കും ഏകപക്ഷീയമായ നിലപാടുകൾക്കുമുള്ള ഇറാൻ്റെ തിരിച്ചടി കൂടിയാണ് ഇത് എന്നും നമ്മൾ നോക്കിക്കാണണം. ട്രംപ് വൻ ഭീഷണി മുഴക്കിയിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇറാൻ പാകിസ്ഥാനിലേക്ക് പോയില്ല. അവിടെ തുടങ്ങിയതാണ് ഇറാൻ്റെ അവഗണനാ നയതന്ത്രം. തുടർന്ന് ട്രംപ് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു എന്നുള്ള പേരിൽ വെടിനിർത്തൽ നീട്ടിവെച്ചു. അതിനുശേഷം അരാക്ചി ഏപ്രിൽ 24, അതായത് വെള്ളിയാഴ്ച പാകിസ്ഥാനിലെത്തിയെന്നറിഞ്ഞ് ട്രംപ് തൻ്റെ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് ചർച്ചകൾക്കായി അയക്കും എന്ന് പറഞ്ഞു. എന്നാൽ ട്രംപിൻ്റെ ഈ നീക്കത്തെ മൈൻഡ് ചെയ്യാതെ അരാക്ചി അവിടെ നിന്ന് ഒമാനിലേക്ക് പറന്നു. ഇതോടെ ട്രംപ് വീണ്ടും നാണം കിട്ടും. ട്രംപിന് അങ്ങനെ തൻ്റെ ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെയും ജാരഡ് കുഷ്ണറുടെയും ഇസ്ലാമാബാദ് യാത്ര റദ്ദാക്കേണ്ടി വന്നു. നാണം കെട്ട് റദ്ദാക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അതായത് ട്രംപിനെ ഇറാൻ തുടർച്ചയായി അവഗണിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. മാത്രമല്ല റഷ്യയിലേക്ക് പുടിനെ കാണാൻ അരാക്ചി പുറപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് ഞാനിവിടെയുണ്ട്, ഇങ്ങോട്ട് വരൂ എന്ന് ട്രംപ് ഇറാൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അവർക്ക് സംസാരിക്കണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ വിളിക്കാം, അവിടെ ഫോണുണ്ട്, ഞങ്ങൾക്ക് സുരക്ഷിതമായ ലൈനുകളുണ്ട് എന്നാണ് ഈ ഫോക്സ് ന്യൂസിലെ ദ സൺഡേ ബ്രീഫിങ്ങിൽ ട്രംപ് പറഞ്ഞത്. കരാറിൽ എന്തൊക്കെ വേണമെന്ന് അവർക്കറിയാം. ഇറാൻ നേതാക്കൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് ട്രംപ് പറയുന്നത് നിലവിലെ ഒരു സ്തംഭനാവസ്ഥ, ചർച്ചയുടെ സ്തംഭനാവസ്ഥ മാറ്റാൻ അദ്ദേഹം നടത്തുന്ന ഒരു പബ്ലിക് ഡിപ്ലോമസി ആയിട്ടാണ് അമേരിക്കൻ നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത്. ഭീഷണികളിലൂടെ ഇറാൻ വഴങ്ങില്ല എന്ന് കണ്ടപ്പോഴാണ് നേരിട്ടുള്ള സംഭാഷണത്തിന് ട്രംപ് ക്ഷണിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കയെ പൂർണ്ണമായി മാറ്റി നിർത്തി റഷ്യയെ കൂട്ടുപിടിച്ച് ഇറാൻ ഇപ്പോൾ നടത്തുന്ന പുതിയ നീക്കങ്ങൾ ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അമേരിക്കൻ സ്വാധീനം തീർത്തും ഇല്ലാതാക്കി റഷ്യ ഈ വിഷയത്തിൽ മധ്യസ്ഥനാകുന്നത് ട്രംപിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയുമാണ്. ചർച്ചകളുടെ നിയന്ത്രണം റഷ്യയുടെ കയ്യിലേക്ക് പോകുന്നത് തടയാൻ ട്രംപിന് ഇറാൻ്റെ നേരിട്ടുള്ള സഹകരണം ഇപ്പോൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇറാനെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഇറാൻ്റെ പക്കലുള്ള യുറേനിയം റഷ്യയ്ക്ക് കൈമാറാമെന്ന പുടിൻ്റെ വാഗ്ദാനം
അമേരിക്കയുടെ പ്രധാന പേടി സ്വപ്നമാണ്. ഇത് നടന്നാൽ ചർച്ചകളിലെ അമേരിക്കയുടെ വിലപേശൽ ശേഷി നഷ്ടപ്പെടും എന്നാണ് ട്രംപ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇറാൻ നേതാക്കളെ നേരിട്ട് ട്രംപ് ക്ഷണിക്കുന്നത്. ജനപ്രീതി കുറയുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ട്രംപിന് മേൽ ആഭ്യന്തര സമ്മർദ്ദവുമുണ്ട്. നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടിയുടെ കാര്യം അതിദയനീയമാകുമെന്നാണ് സർവേകളെല്ലാം വിലയിരുത്തുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതായത് മാഗ പ്രസ്ഥാനക്കാരും ട്രംപിനെ തള്ളിപ്പറയുന്ന സ്ഥിതി അമേരിക്കയിലുണ്ട്. സൈനികമായി ദുർബലമായി എങ്കിലും ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ ഗതാഗതം തടയാനുള്ള ഇറാൻ്റെ പ്രഹരശേഷി ചർച്ചകളിൽ ഇറാന് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നതും ട്രംപിനെ കുഴപ്പിക്കുന്നുണ്ട്. ഇറാൻ തുറമുഖങ്ങളെ അമേരിക്ക ഉപരോധിക്കുന്നത് വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല എന്നുള്ള വിലയിരുത്തലും അമേരിക്കയിലുണ്ട്. അതിനിടയിലാണ് ഇറാൻ റഷ്യൻ കാർഡ് ഇറക്കി കളിക്കുന്നത്. എന്തായാലും പുതിയ നീക്കങ്ങളിലൂടെ ഹോർമൂസിനെ വെച്ച് വിലപേശി യുദ്ധം തീർക്കാനും ആണവ വിഷയത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകാതിരിക്കാനുമാണ് ഇറാൻ നോക്കുന്നത്. അതിനാണ് പുട്ടിനെ മുൻനിർത്തിയുള്ള ഇറാൻ്റെ പുതിയ തന്ത്രം. ഒപ്പം ഒമാനെയും ഇറാൻ ഒപ്പം നിർത്തുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല GCC രാജ്യങ്ങളിൽ സൗദിയും കുവൈറ്റും ഖത്തറും എത്രയും പെട്ടെന്ന് ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന നിലപാടുകാരാണ്. ഫലത്തിൽ ഇറാൻ റഷ്യ നിലപാടിനൊപ്പമാണ് ഈ രാജ്യങ്ങളും എന്ന് പറയാവുന്ന സ്ഥിതിയാണ്. മാത്രമല്ല സൗദിയും ഒമാനും പല തന്ത്രപ്രധാന കാര്യങ്ങളിലും റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തി വരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. മെയ് 11 മുതൽ സൗദി അറേബ്യയും റഷ്യയും തമ്മിൽ പരസ്പരം വിസയില്ലാതെ യാത്ര ചെയ്യാവുന്ന ചരിത്രപരമായ കരാർ നിലവിൽ വരികയുമാണ്. GCC രാജ്യങ്ങൾക്ക് പുറത്ത് സൗദി ഇത്തരം ഒരു കരാർ ഒപ്പിടുന്ന ആദ്യ രാജ്യം റഷ്യയാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അടുത്തിടെ മോസ്കോ സന്ദർശിച്ച് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇറാൻ അമേരിക്ക ചർച്ചകളിൽ ഒരു സുപ്രധാന മധ്യസ്ഥനായ ഒമാൻ ഈ സമാധാന ശ്രമങ്ങളിൽ റഷ്യയുടെ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പരസ്യമാണ്. മേഖലയിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന അമേരിക്കൻ ആധിപത്യത്തിന് പകരം റഷ്യയെ ഒരു വിശ്വസ്തനായ സഖ്യകക്ഷിയായി ഗൾഫ് രാജ്യങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. പശ്ചിമേഷ്യയിൽ റഷ്യ ഇപ്പോൾ കേവലം ഇറാൻ്റെ സുഹൃത്ത് മാത്രമല്ല, മറിച്ച് സൗദി അറേബ്യയും ഒമാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിശ്വാസ്യതയുള്ള പങ്കാളിയായി മാറിക്കഴിഞ്ഞു എന്നാണ് പല വിശകലന വിദഗ്ധരും പറയുന്നത്. ഇത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിവരയ്ക്കാവുന്ന ഒരു നീക്കവുമാണ്. ഇതും അമേരിക്കയ്ക്ക് തലവേദനയാണ്. ഇത് തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം. എന്തായാലും പുടിനും അരാക്ചിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിനിർണായകമായിട്ടുണ്ട്. പല കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇറാൻ അമേരിക്ക 2ാം ഘട്ട ചർച്ചയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴും ചില നിർണായക നീക്കങ്ങൾ അരാക്ചിയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ശുഭസൂചനയും നൽകുന്നു. നല്ലത് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.